ദിശ, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അഗസ്ത്യ ദിശയുടെ അരികിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ട് ചോദിച്ചു. സച്ചുവേട്ടാ, അത് പിന്നെ ഞാൻ... അല്ല സച്ചുവേട്ടാ, അത് നമ്മുടെ കുഞ്ഞുമല്ലേ? അഗസ്ത്യ ചോദിക്കുന്നത് ശ്രദ്ധിക്കാതെ ദിശ റീനയുടെ കയ്യിലെ കുഞ്ഞിലേക്ക് നോട്ടമെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുവോ? ഹേയ്, അത് ഇവരുടെ കുട്ടിയാ, അഗസ്ത്യ പറഞ്ഞൊപ്പിച്ചു. അല്ല സച്ചുവേട്ടാ, അത് നമ്മുടെ കുഞ്ഞു തന്നെയാ. ദിശ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അത് കുഞ്ഞുമല്ല, അവരുടെ മകളുടെ കുട്ടിയാ. നീ ചെന്ന് വണ്ടേ കയറിക്കേ. നീ അല്ലേ പറഞ്ഞത് നിനക്ക് നിൻ്റെ അമ്മയും അച്ഛനെയും കാണണമെന്ന്? നമുക്കിപ്പം തന്നെ ചെന്നേക്കാം. അച്ഛനും അമ്മയ്ക്കും സർപ്രൈസ് ആവട്ടെ. ഇപ്പോഴോ? ഇപ്പം തന്നെ പോവാം. നീ പെട്ടെന്ന് ചെന്ന് വണ്ടി കയറി. ഈ സച്ചുവേട്ടൻ ഇതെന്താ പറ്റിയേ? രാവിലെ തൊട്ട് 1 മിനിറ്റ് കുറവാ. ദിശ, നീ ചെന്ന് വണ്ടി കയറി. ഇതാക്കി, ഞാനിപ്പോൾ വരാം. അഗസ്ത്യ അവളുടെ കയ്യിൽ വണ്ടിയുടെ കീ കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു. അഗസ്ത്യ ആര്യനോട് രഹസ്യമായി എന്തോ പറഞ്ഞു. അതിന് പിന്നാലെ ആര്യൻ 2-3 കോൺസ്റ്റബിൾമാർക്കൊപ്പം പോലീസ് ജീപ്പിൽ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അഗസ്ത്യ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ജോസഫും ഭാര്യയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അഗസ്ത്യയുടെ കണ്ണുകൾ ആ കുഞ്ഞിലേക്ക് നീണ്ടു. ആ കുഞ്ഞിനെ കാണും തോറും അവനെന്തോ ഹൃദയം വല്ലാതെ വേദനിക്കുന്നത് പോലെ. ആ കുഞ്ഞു കവിളിൽ ഒന്ന് തലോടിയതും അഗസ്ത്യയെ നോക്കി ആ കുഞ്ഞു ചിരിച്ചു. അന്നേരം അവന് കുഞ്ഞിനെ എടുക്കാതിരിക്കാനായില്ല. അവൻ കുഞ്ഞിനെ എടുത്ത് കുഞ്ഞിൻ്റെ 2 കവിളിലും മാറി മാറി ചുംബിച്ചു. ഞാൻ അന്വേഷിക്കാം. നിങ്ങളൊരു പരാതി എഴുതി തന്നിട്ട് പൊയ്ക്കോളൂ. കുഞ്ഞിനെ തിരികെ കൊടുക്കുമ്പോൾ അഗസ്ത്യ പറഞ്ഞു. ഈ കുഞ്ഞ് തൽക്കാലം നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കട്ടെ. കുഞ്ഞിന് ഒരു കുറവും വരാൻ പാടില്ല. എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാവണം. അഗസ്ത്യ ഇരുവരോടായി പറഞ്ഞു. ശരി സാർ. സാർ, പിന്നെ... അയാൾ എന്തോ പറയാൻ ശ്രമിച്ചു. എന്താടോ? രോഹിത് പോകുന്നതിന് മുൻപ് എൻ്റെ കയ്യിലൊരു കവർ ഏൽപ്പിച്ചിരുന്നു. അയാളത് സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റാരും അറിയരുതെന്നും അയാൾ പറഞ്ഞിരുന്നു. ജോസഫ് പറഞ്ഞത് കേട്ടതും അഗസ്ത്യയുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിറഞ്ഞു. ജോസഫ് നീട്ടിയ കവർ അഗസ്ത്യ വാങ്ങിച്ചു തൻ്റെ ലാപ്ടോപ്പ് ബാഗിനുള്ളിൽ സൂക്ഷിച്ചു. ശേഷം അവരോടൊരു പരാതി എഴുതി കൊടുത്ത് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. അവർ പോയതും അഗസ്ത്യ കവർ തുറന്നു നോക്കി. അതൊരു ഡയറി ആയിരുന്നു. അവനത് തിരികെ കവറിൽ തന്നെ വെച്ചു. അഗസ്ത്യ ദിശയുമായി അവളുടെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമായിരുന്നു. അവൻ്റെ മനസ്സിൽ നിന്നും ആ കുഞ്ഞിൻ്റെ മുഖം മായുന്നേയില്ല. അഗസ്ത്യയുടെ ഭാവമാറ്റം ദിശയും ശ്രദ്ധിച്ചിരുന്നു. അവൾ അവൻ്റെ മൂഡ് മാറ്റിയെടുക്കാൻ തീരുമാനിച്ചു. സച്ചുവേട്ടാ, വണ്ടി നിർത്ത്. എന്താ? അതെ, ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി വാങ്ങിച്ചു തരുമോ? മഞ്ഞൾപ്പൊടിയോ? അതെന്തിനാ? അവൻ ചോദിച്ചു. എന്തിനാന്നോ? നിങ്ങളിത് ഏത് യൂണിവേഴ്സിലാണ് എൻ്റെ മനുഷ്യ? നിങ്ങൾക്കറിയോ, മഞ്ഞൾപ്പൊടി ട്രെൻഡിങ് വീഡിയോ പരീക്ഷിക്കാൻ ഇനിയിപ്പോൾ ഈ പഞ്ചായത്തിൽ ഞാനും നിങ്ങളും മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. എനിക്ക് ഇന്ന് തന്നെ ചെയ്യണം, ഇല്ലേ ട്രെൻഡ് ഇപ്പോൾ തീരും. അവളുടെ പറച്ചിൽ കേട്ടതും അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. എന്നെ എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? ഞാനന്നൊരു പ്രാവശ്യം പറഞ്ഞതാ ഞാനെന്നും ട്രെൻഡിനൊപ്പമാണെന്ന്. നീ എന്ത് വേണേലും ചെയ്യും, പക്ഷേ 20 രൂപയുടെ മഞ്ഞൾപ്പൊടി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വണ്ടി നിർത്താൻ എന്നെ കൊണ്ട് വയ്യ, അതും ഈ പോലീസ് യൂണിഫോമിൽ. അതെന്താ, പോലീസന്മാർക്ക് മഞ്ഞൾപ്പൊടി വാങ്ങിക്കാൻ പാടില്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യേ, 500 രൂപയുടെ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചേക്ക്. എന്നിട്ട് ഞാൻ ഈ പണി നിർത്തി മഞ്ഞൾപ്പൊടിയുടെ ബിസിനസ് തുടങ്ങാം. അച്ചുവേട്ടാ, അവൾ ചിണുങ്ങി. മിണ്ടാതെ അവിടെ ഇരുന്നോണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ നിൻ്റെ വീട്ടിലുണ്ടാവും. അത് വെച്ച് പൊന്നുമോൾ എക്സ്പെരിമെൻ്റ് ചെയ്താൽ മതി. അവളുടെ ഒരു... എൻ്റെ ദൈവമേ. വേണ്ട, പറയണ്ട, ബാക്കി ഞാൻ പൂരിപ്പിച്ചോളാം. എൻ്റെ ദൈവമേ, ഏത് നേരത്താണോ എന്തോ ഇതിനെ പ്രേമിക്കാൻ തോന്നിയത്. ആം ഐ കറക്റ്റ് മിസ്റ്റർ DCP? അവൾ പറഞ്ഞത് കേട്ടതും അവൻ പിന്നെയൊന്നും പറയാൻ പോയില്ല. യെസ്, അത് തന്നെ. ദിസ് ഈസ് ദിശ പ്രഭാകർ. ഒറ്റയ്ക്ക് വാഴ വെട്ടി വന്നവനാടായി ഞാൻ. അന്നേരം അവൻ അവളെ ദഹിപ്പിച്ചു നോക്കി. അയ്യോ ഇടാനേ, ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ, അല്ലാതെ സച്ചുവേട്ടനല്ല. ദേ, മിണ്ടാതെ അവിടെ എങ്ങാനും ഇരുന്നോണം, ഇല്ലേലേ എടുത്ത് വെളി കളയും ഞാൻ. അവനിത്തിരി കലിപ്പിറക്കിയതും അവൾ മുഖം വീർപ്പിച്ച് വെച്ചു. അഗസ്ത്യ ദിശയെ പെട്ടെന്ന് വീട്ടിലിറക്കി പോവാൻ ഒരുങ്ങിയതാണ്. അന്നേരം അച്ഛനും അമ്മയും പോവാൻ സമ്മതിച്ചില്ല. അവർക്ക് മരുമകനെ സൽക്കരിക്കണം പോലും. ഓരോരോ നാട്ടു നടപ്പേ. ചായയ്ക്ക് വേണ്ടി അവരെന്തൊക്കെയോ ഉണ്ടാക്കുകയാണ്, അതും അവൻ്റെ ഫേവറേറ്റായ പലഹാരങ്ങൾ. അത് കണ്ട് ദിശ അസൂയ മൂത്ത് അവരോട് വഴക്കിട്ടു. അഗസ്ത്യ ആര്യനുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ്. ഈ നേരം കൊണ്ട് അടുക്കളയിലെ മഞ്ഞപ്പൊടിയുടെ ടിന്നു അടിച്ചു മാറ്റി ദിശ തൊട്ടപ്പുറത്തെ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് ഒരോട്ടായിരുന്നു. അഗസ്ത്യ ആര്യനുമായി ഫോൺ സംഭാഷണത്തിലാണ്. എന്ത് പറ്റിയടോ? ബോഡി ഐഡൻറ്റിഫൈ ചെയ്തോ? അതൊരു സ്ത്രീയാണ് സർ, പക്ഷേ ആരാണെന്നോ എന്താണെന്നോ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല.
ബോഡിക്ക് ഒരാഴ്ചത്തെ പഴക്കമുണ്ട്. ചാക്കിൽ കെട്ടിയ നിലയിൽ കാട്ടിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. അത് കേട്ടപ്പോഴാണ് അഗസ്ത്യയ്ക്ക് ശ്വാസം നേരെ വീണത്. ആര്യൻ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വരാം. എനിക്ക് തൻ്റെ ചെറിയൊരു സഹായം വേണം. രാത്രിയിൽ നമുക്കൊരിടം വരെ പോകണം. എന്താ സാർ കാര്യം? ഞാനെല്ലാം വന്നിട്ട് പറയാം. എന്നാ ശരി സാർ, ഞാൻ വെക്കട്ടെ. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയിരിക്കുകയാണ്. ശരി. അഗസ്ത്യ കോൾ അവസാനിപ്പിച്ചു. വണ്ടിയിൽ നിന്നും തൻ്റെ ലാപ്ടോപ്പ് ബാഗെടുത്ത് അഗസ്ത്യ ദിശയെ അന്വേഷിച്ചു അകത്തേക്ക് നടന്നു. അതിനിടയിലാണ് അടുക്കളയിൽ നിന്നും മഞ്ഞൾപ്പൊടിയുടെ ടിൻ കാണാനില്ലെന്ന സംസാരം കേൾക്കുന്നത്. കാര്യം മനസ്സിലായ അഗസ്ത്യയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. അതും മനസ്സിൽ പറഞ്ഞ് മുറിയിലേക്ക് നടന്നു. മുറിയിൽ ദിശയില്ലായിരുന്നു. ഇവളിതെവിടെ പോയി എന്നും മനസ്സിൽ പറഞ്ഞു. ബെഡിൽ വന്നിരുന്നു. ബാഗിൽ നിന്നും രോഹിത്തിൻ്റെ ഡയറി കയ്യിലെടുത്തു. തുറന്നു നോക്കി. എൻ്റെ പേര് രോഹിത് ചൗധരി. അങ്ങനെയാണ് രേഖകളിലൊക്കെയും. എൻ്റെ മേൽവിലാസവും അത് തന്നെയാണ്. മുംബൈ സ്വദേശികളായ രഘുവീർ ചൗധരിയുടെയും സുധാ ചൗധരിയുടെയും ഏക മകൻ. അമ്മയുടെ നാട് കേരളത്തിലായതുകൊണ്ട് അമ്മ വഴി ഞാൻ മലയാളം എഴുതാനും വായിക്കാനും പഠിച്ചു. വീട്ടിൽ ഞാനും അമ്മയും മലയാളം സംസാരിക്കുമായിരുന്നു. അച്ഛനും അമ്മയും ഞാനും കൂടിയുള്ള സന്തുഷ്ട കുടുംബം. കഷ്ടപ്പാട് എന്താണെന്ന് പോലും അറിയാതെ എല്ലാ സൗഭാഗ്യങ്ങളോടു കൂടിയുള്ള ആർഭാട ജീവിതം അവസാനിച്ചത് എൻ്റെ 20ാം പിറന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു. അന്നാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ തനിച്ചാക്കി ഈ ഭൂമി വിട്ടു പോകുന്നത്. ആക്സിഡൻ്റ് ആയിരുന്നു. അച്ഛൻ്റെ ഇടവും വലവും നിന്നിരുന്ന സഹോദരന്മാർ, ഞാൻ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്നവർ. പിന്നീട് അച്ഛൻ്റെ മരണത്തോടെ അച്ഛൻ്റെ കണക്കില്ലാത്ത സ്വത്തിനു വേണ്ടി എന്നെ അവർ ആരുമല്ലാതാക്കി മാറ്റുകയായിരുന്നു. ഞാൻ രഘുവീർ ചൗധരിയുടെയും സുധാ ചൗധരിയുടെയും മകനല്ലെന്ന സത്യം അവരെന്നോട് തുറന്നു പറഞ്ഞു. 2 വയസ്സ് പ്രായമായ എന്നെ അവർക്ക് ട്രെയിനിൽ നിന്നും കളഞ്ഞു കിട്ടിയതാണെന്ന്. അവകാശികളിൽ നിന്ന് കണ്ടതും മക്കളില്ലാത്ത അവർ എന്നെ എടുത്ത് വളർത്തുകയായിരുന്നുവെന്ന്. അച്ഛൻ്റെയും അമ്മയുടെയും വിയോഗത്തിൽ തകർന്നിരിക്കുന്ന എനിക്ക് അത് വലിയൊരു ഷോക്കായിരുന്നു. അച്ഛൻ്റെ സ്വത്തുക്കൾക്ക് ഞാൻ അവകാശം പറഞ്ഞു വരുമെന്ന് ഭയന്ന് ഇരുവരെ എന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു. എന്നെ കളഞ്ഞു കിട്ടിയപ്പോൾ കിട്ടിയ ബാഗും കൂടി അവരെനിക്ക് തെളിവിനായി കാണിച്ചു. അതിലുണ്ടായിരുന്നത് ഒരു പഴയ ഫോട്ടോ ആയിരുന്നു. 2 വയസ്സ് പ്രായമുള്ള ഞാനും ഏതോ ഒരു സ്ത്രീ നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ ഫോട്ടോയിലുള്ളത് ഞാനെന്നത് എനിക്ക് വിശ്വസിക്കാതിരിക്കാനായില്ല. കാരണം എൻ്റെ കുഞ്ഞുനാളിൽ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിന്നുള്ള ഒരുപാട് ഫോട്ടോസൊക്കെയും ഇവിടെ ആൽബത്തിലുണ്ടായിരുന്നു. അതിൽ ഞാനും ഈ ഫോട്ടോയിലെ കുട്ടിയും ഒന്ന് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നെ ഒന്നും അറിയിക്കാതെ സ്വന്തം മകനായി വളർത്തിയ എൻ്റെ അച്ഛനോടും അമ്മയോടും എനിക്കപ്പോഴും ബഹുമാനവും സ്നേഹവും മാത്രമായിരുന്നു. അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി. കൂടെ ഞാൻ കൊണ്ടുപോകുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മകളടങ്ങുന്ന കുറച്ചു ആൽബങ്ങളും എൻ്റെ സർട്ടിഫിക്കറ്റ്സും മാത്രമായിരുന്നു. കൂട്ടത്തിൽ എൻ്റെ സ്വന്തം അമ്മയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ഫോട്ടോയും. എൻജിനീയറിംഗ് പഠനം പാതി വഴിയിലെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാൻ വരുന്നത്. കൂടെ എൻ്റെ പേരിൽ അച്ഛൻ നിക്ഷേപിച്ച ബാങ്ക് ബാലൻസിൻ്റെ ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടും കഷ്ടപ്പാടറിയാതെ ജീവിതം മുന്നോട്ട് പോയെങ്കിലും ഒറ്റപ്പെടൽ അതെന്നെ വല്ലാതെ തളർത്തി. ഇടയ്ക്കിടെ എൻ്റെ സ്വന്തം അമ്മയുടെ മുഖം മനസ്സിലേക്ക് ഓടിയെത്തും. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവോ? എന്നെ കണ്ട അവർ തിരിച്ചറിയുമോ എന്നൊക്കെയും ചിന്തിച്ചു കൂട്ടുമായിരുന്നു. പക്ഷെ ആ ഒരു ഫോട്ടോയ്ക്ക് പുറമേ എൻ്റെ കയ്യിൽ തെളിവുകളായി മറ്റൊന്നുമില്ലായിരുന്നു. അങ്ങനെ ചിന്തകളെ അതിൻ്റെ വഴിക്ക് വിട്ട് ഞാൻ മുന്നോട്ട് ജീവിച്ചു. പഠിത്തം കഴിഞ്ഞു. ഞാൻ മുംബൈയോട് വിട പറഞ്ഞു US പറന്നു. പിന്നീട് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മുംബൈയിലേക്ക് തിരിച്ചെത്തിയത്. അന്നാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. എൻ്റെ ചാന്ദിനിയെ, ഗോതമ്പിൻ്റെ നിറമുള്ള ഒരു കൊച്ചു സുന്ദരി. അവൾ എൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു. സച്ചുവേട്ടാ. ദിശയുടെ ശബ്ദമാണ് അഗസ്ത്യ ഡയറിയിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിട്ടത്. ദിശയെ കണ്ടതും അഗസ്ത്യ ഡയറി പൂട്ടി തൻ്റെ ബാഗിലിടാൻ നോക്കി. അത് ദിശ കാണുകയും ചെയ്തു. അത് ശരി, എന്നെ കണ്ടപ്പോൾ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു അല്ലേ, വിടിലെ ഞാൻ എന്നും മനസ്സിൽ പറഞ്ഞു. മുഖത്തൊരു പുഞ്ചിരി ഫിറ്റ് ചെയ്ത് അവൻ്റെ അരികിലേക്ക് നടന്നു. കട്ടിലിൻ്റെ ഹെഡ് ബോർഡിൽ ചാരിയിരിക്കുന്ന അഗസ്ത്യയുടെ അരികിൽ തൊട്ടുരുമിയിരുന്നു. അവനെ നോക്കി നന്നായിട്ടൊന്ന് ഇളിച്ചു കാണിച്ചു. അവളുടെ മുഖത്തെ കള്ളലക്ഷണം കണ്ട് അവൻ എന്താ എന്ന പോലെ പുരികം പൊക്കിയതും അവൾ നിഷ്കുവായി ചുമൽ കൂച്ചി. അതിനിടയിൽ അവൾ അവൻ്റെ ബാഗിൽ കൈയിട്ട് ഡയറി മോഷ്ടിക്കാൻ ശ്രമിച്ചതും അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. അവളുടെ കൈ പിടിച്ച് തിരിച്ച് വേദനിപ്പിച്ചു. അയ്യോ, എൻ്റെ കൈ!
എൻ്റെ കൈ. ദേ, ഇതെൻ്റെ വീടാ. എന്നെ വേദനിപ്പിച്ച ഉയിരോടെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ അച്ഛൻ തുണ്ടം തുണ്ടമാക്കും. പിന്നെ നീർക്കോലി പോലുള്ള നിന്റെ അച്ഛനാണ് 6 അടി പൊക്കമുള്ള എന്നെ തുണ്ടം തുണ്ടമാക്കാൻ പോണത്. ഒന്ന് പോടി നെത്തോലി. നെത്തോലി നിങ്ങളുടെ മറ്റവൾ. എൻ്റെ മറ്റവൾ നീ തന്നെയല്ലടി പുല്ലേ. ശരി, ഞാൻ തന്നെ. സച്ചേട്ടാ, അതെന്താണെന്ന് എനിക്ക് കൂടി കാണിച്ചു തരുന്നേ, അവൾ കെഞ്ചി പറഞ്ഞു. അതൊരു ഡയറിയാ, ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു ഡയറി. എന്നാൽ നമുക്ക് ഒരുമിച്ച് വായിക്കാം. ഒരുമിച്ച് വായിക്കാൻ മനോരമ വീക്കിലിയാണല്ലോ ഇത്. അത് ശരി, അപ്പം മനോരമ വീക്കിലേക്കും വായിച്ച ശീലമുണ്ടല്ലേ കൊച്ചു കള്ളൻ. അത് മാത്രമേ വായിക്കുമായിരുന്നോ അതോ? അവളുടെ അർത്ഥം വെച്ചുള്ള നോട്ടവും ചോദ്യവും കേട്ട് അവൻ അവളുടെ കൈ ഒന്നുകൂടെ വേദനിപ്പിച്ചു. എൻ്റെ കൈ വിട് മനുഷ്യ. അന്നേരം അവൻ പിടുത്തയച്ചു. എന്തൊരു പിടിയാ പിടിച്ചേ? ദുഷ്ടൻ, അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അന്നേരം അവൻ ആ കൈയെടുത്ത് ചുംബിച്ചു. കണ്ടില്ലേ, ആദ്യം വേദനിപ്പിച്ചിട്ട് പിന്നീട് സ്നേഹിക്കുന്നത്. സൈക്കോ പോലീസ്. ദിശ പിറുപിറുത്തു. അവനത് കേട്ടിരുന്നു. അവനന്നേരം ശരിയാണ് വന്നത്. മറ്റുള്ളവരുടെ ഡയറി വായിക്കുന്നത് ശരിയാണോ ദിശ? അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വായിക്കുന്നതോ? അവൾ തിരിച്ചു ചോദിച്ചു. ആസ് എ പോലീസ് ഓഫീസർ എനിക്കെൻ്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ? ആസ് എ അഡ്വക്കേറ്റ് ഞാനും ആ ഡയറി വായിക്കുന്നതിൽ തെറ്റില്ല മിസ്റ്റർ DCP. ചിലപ്പോൾ എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ് ഉപയോഗിച്ച് വരികൾക്കുള്ളിലേക്ക് ആഴ്ന്നിറങ്ങി എനിക്ക് എന്തെങ്കിലും ഗ്ലൂ കിട്ടിയാലോ? അവൾ വീണ്ടും ബാഗിലേക്ക് കൈയിട്ടുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിന്റെ ആ ഗ്ലൂ വേണ്ടെങ്കിലോ? മോൾ ആദ്യം പഠിച്ച അഡ്വക്കേറ്റ് ആവാൻ നോക്ക്, എന്നിട്ട് നമുക്ക് ഡയറി വായിക്കാം. ഇത്തവണ അവൻ അവളുടെ കയ്യിൽ അമർത്തി കടിച്ചു. ആ ദുഷ്ടൻ, എൻ്റെ കൈ. അവൾ അവനെ നോക്കി പിറുപിറുത്തു. കഴിഞ്ഞോ നിന്റെ മഞ്ഞൾപ്പൊടി വൈറൽ എക്സ്പെരിമെൻറ്റ്? അവളെ പൊക്കിയെടുത്ത് തൻ്റെ മടിയിലിരുത്തിക്കൊണ്ടാണ് അവനത് ചോദിച്ചത്. അതിന് സച്ചുവേട്ടൻ മഞ്ഞൾപ്പൊടി വാങ്ങിച്ചു തന്നില്ലല്ലോ. അവൾ നിഷ്കളങ്കത പിന്നെയും വാരി വിതറി. അന്നേരം അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. നിന്റെ എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ. അവളെ മൊത്തത്തിലൊന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ടോ? അവൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ട്രിപ്പൊക്കെ പോവാം. അതിനു മുൻപ് ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റാ സച്ചുവേട്ടാ? ഇപ്പം തന്നെ അറിയണോ? അവളുടെ കഴുത്തിലേക്ക് മുഖമുരസിക്കൊണ്ട് അവൻ ചോദിച്ചു. അവൻ്റെ കുറ്റി താടിയും മീശയും അവളിൽ ഇക്കിളി കൂട്ടി. അറിയണം. അവൾ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ച് തൻ്റെ മുഖത്തിന് നേരെ അവൻ്റെ മുഖം അടുപ്പിച്ചു. ദേ, ഇവിടെ ഒരു കുഞ്ഞു ദിശയെ തരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവളുടെ വയറിൽ തലോടിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. അതോടൊപ്പം അവൻ്റെ അതരങ്ങൾ അവളുടെ കവളിൽ അമർന്നു. അവനത് പറഞ്ഞു തീർന്നില്ല. അവൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി കഴിച്ചു. അവളുടെ കടി കിട്ടിയതും അവൻ അവളെയും കൊണ്ടൊന്ന് മറഞ്ഞു. ഇപ്പോൾ അവൻ്റെ കീഴെയാണ് അവളുള്ളത്. അവളുടെ മേലെ അവൻ അമർന്നു. അവളെ ഒന്ന് അനങ്ങാൻ പോലും വിടാതെ അവൻ തൻ്റെ യൂണിഫോം ഷർട്ട് അഴിച്ചു മാറ്റി അവളിലേക്ക് ഒന്നുകൂടെ അമർന്നു. അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അതോടൊപ്പം അവളിട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ 3 ബട്ടൺസ് പല്ലുകൊണ്ട് എടുത്തു മാറ്റി അവളുടെ മാറിൻ ചുഴിയിൽ മുഖമിട്ടുരസി അവിടെ മിക്കിലി കൂട്ടി. അവൻ്റെ പ്രവൃത്തി അവളിൽ കുളിര് പടർത്തി. അവളുടെ കൈവിരലുകൾ അവൻ്റെ മുടിക്കുള്ളിലേക്ക് നൂണ്ട് കയറി. സച്ചുവേട്ടാ, സച്ചുവേട്ടനൊരു കുഞ്ഞു വേണമെന്ന് തോന്നി തുടങ്ങിയോ? അവളുടെ ചോദ്യം കേട്ട് അവൻ മുഖമുയർത്തി നോക്കി. ഇതുവരെ തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ തോന്നിക്കൂടാ എന്നില്ലല്ലോ. വേണ്ട, തോന്നണ്ട. ഇപ്പോൾ കൊഞ്ചിക്കാൻ ഞാനില്ലേ, അതുപോരെ? മതിയോ? അവളുടെ മാറിൻ ചുഴിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. മതി. ശരി, മതിയെങ്കിൽ മതി. പക്ഷേ എന്താ ഒരു പക്ഷേ? അത് പിന്നെ നീ എന്നെ കെട്ടിയിട്ട് പീഡിപ്പിച്ചില്ലേ അന്ന്. ആ ഒരു ഫ്ലോയിലെ പ്രിക്കോഷൻസ് എടുക്കാൻ മറന്നു. അതൊരു തവണയല്ലേ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ സച്ചുവേട്ടാ? ഒരു തവണ മാത്രമല്ല, പിന്നീടുള്ള ദിവസങ്ങളിലും ഞാൻ സേഫ്റ്റി നോക്കിയിരുന്നില്ല. ഇത് കേട്ടതും ദിശയ്ക്ക് ഹാലിളകി. പിന്നെ എന്ത് തേങ്ങയാ ഇയാൾ നോക്കിയത്? അവനെ ബെഡിലേക്ക് തള്ളിയിട്ട് അവൻ്റെ മേൽ അമർന്നുകൊണ്ട് അവൾ കലിപ്പിറക്കി. ഞാൻ എന്താ നോക്കിയതെന്ന് പറയണോ? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കിക്കൊണ്ട് അവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാര്യം മനസ്സിലായത് അവൾ കൃത്രിമ ഗൗരവം നടിച്ചു. അതിനിടയിൽ അവൻ്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന അവളുടെ ഷർട്ടിൻ്റെ
മുകൾ ഭാഗത്തേക്ക് നീണ്ടു. ദേ, ഇതുപോലെയൊക്കെ കണ്ട ഞാൻ പിന്നെ പലതും മറന്നുപോകും. അതാ സംഭവിച്ചത്. അവളുടെ ഷർട്ടിനുള്ളിലേക്ക് കൈ കടത്തിക്കൊണ്ടവൻ പറഞ്ഞതും അവൾ അവൻ്റെ കൈ എടുത്തു മാറ്റി അവൻ്റെ കൈക്കിട്ടൊരു കടി കൊടുത്തു. ഞാൻ പോവാ. അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ടവൾ അവനിൽ നിന്നും അടർന്നു മാറാനൊരുങ്ങി. എന്നാൽ അതിനു മുന്നേ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടിരുന്നു. ആ ഒരു നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിൽ കൊരുത്തു. രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളുടെ കവിളിലൂടെ അവൻ്റെ വിരലുകൾ ഒരു തലോടലായി പതിഞ്ഞു. പിന്നീടത് അവളുടെ മുടിക്കുള്ളിലൂടെ അവളുടെ കഴുത്തിന് പിന്നിലേക്ക് നീണ്ടു. ആ ഒരു നിമിഷം അവളുടെ കണ്ണ് താനെ അടഞ്ഞു പോവുകയായിരുന്നു. അവളുടെ കണ്ണിലേക്ക് അവൻ പതിയെ ഊതിയതും അവൾ കണ്ണു തുറന്നു അവനെ നോക്കി. തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവളിൽ നാണം നിറഞ്ഞു. അവളുടെ നീല കണ്ണുകളുടെ പിടച്ചിൽ അവൻ കൺകുളിർക്കെ നോക്കി നിന്നു. അതിൻ്റെ പ്രതിഫലനമെന്നോണം അവളുടെ അതരങ്ങളിൽ ഒരു ചെറു പുഞ്ചിരി മുട്ടിട്ടു. അവളുടെ കണ്ണുകളിൽ അവൻ്റെ സുന്ദരമായ മുഖത്താകെ ഒഴുകി നടന്നു. ഒറ്റ നോട്ടത്തിൽ ആരെയും മയക്കുന്ന അവൻ്റെ ആ കാന്തിക ശക്തിയുള്ള കണ്ണുകളിലേക്ക് അവൾ സ്വയം മറന്ന് ആഴ്ന്നിറങ്ങി. തന്നിൽ മതിമറന്ന് നിൽക്കുന്ന പെണ്ണിൻ്റെ അതരങ്ങളെ അവൻ തൻ്റെ പെരുവിരലാൽ തഴുകിയുണർത്തി. അതവളുടെ ഉടലാകെ കുളിര് പടർത്തി. സ്വയം വിസ്മരിച്ചുകൊണ്ട് അവളുടെ അതരങ്ങൾ അവൻ്റെ അതരങ്ങളെ ലക്ഷ്യം വെച്ച് നീങ്ങി. ഇരുവരുടെയും അതരങ്ങൾ അതിൻ്റെ ഇണയുമായി കൊരുത്തു. മൃദുവായി തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രതയിലെത്തിയതും അതൊരു ദീർഘ ചുംബനത്തിലേക്ക് വഴിമാറി. ഇരുവരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചു. നിമിഷങ്ങൾ കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അവളുടെ പുറം മേനയിൽ പതിയെ തട്ടിക്കൊടുക്കുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയി. രോഹിത്തിൻ്റെ തിരോധാനം അവനെ പിന്നെയും അസ്വസ്ഥമാക്കി തുടങ്ങി. വിധി ചിലപ്പോൾ അത് മറ്റു പലതിലേക്കും കൊണ്ടെത്തിക്കുമെന്ന് അവൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഒരു വിധിക്കും വിട്ടുകൊടുക്കില്ലെന്ന പോലെ അവൻ അവൾ ആ നിമിഷം പൊതിഞ്ഞു പിടിച്ചു. അവൻ്റെ ആദരങ്ങൾ അവളുടെ നെറുകയിൽ അമർന്നു. ഇരുവരും ബെഡിൽ നിന്നും എഴുന്നേറ്റു. അവൾ അവൻ്റെ ഷർട്ട് ധരിപ്പിച്ചു. അതിൻ്റെ ബട്ടൺസ് ഇട്ട് കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവളിൽ മാത്രം ഒതുങ്ങി നിന്നു. അവൻ്റെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവൾക്ക് വായിച്ചെടുക്കാമായിരുന്നു. സച്ചുവേട്ടാ, ശരിക്കും എന്താ പറ്റിയേ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവിട്ടേ? അവൾ അവൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ലടാ, എനിക്ക് ഇന്ന് രാത്രി ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ പിന്നെ നീ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ. ഇനിയിപ്പോൾ 2 ദിവസം കോളേജില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ തച്ചൂസ് ഇവിടെ നിന്നോട്ടെ എന്ന് കരുതി. എന്നോട് പറയാതെ നീ ഇവിടെ നിന്ന് എങ്ങോട്ടും പോവല്ലേ? അപ്പോൾ 2 ദിവസത്തേക്ക് എന്നെ തനിച്ചാക്കി പോവാല്ലേ? സച്ചുവേട്ടനില്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് അറിയില്ലേ? നീയില്ലാതെ എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നുണ്ടോ? അവളെ തന്നിൽ നടത്തി മാറ്റി അവളുടെ താടി പിടിച്ചുയർത്തി. അതെ, നാളെ രാത്രി ഞാൻ വന്നോളാം. ഈ ഒരു രാത്രി എൻ്റെ കൊച്ച് അഡ്ജസ്റ്റ് ചെയ്യേ. അവളുടെ നെറുകയെ ചുംബിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞത്. അന്നേരം അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. അയ്യേ, എന്നെ വേണ്ടെന്ന് വെച്ച് ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ച പെണ്ണാണ്. ഇപ്പോൾ ഒരു നിമിഷം എന്നെ കാണാതിരിക്കാൻ വയ്യ പോലും. അവൻ കളിയായി പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു. പിന്നീട് അവളെ എങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചു. അവളുടെ അമ്മയുണ്ടാക്കിയ ചായയും പലഹാരവും കഴിച്ചു. അഗസ്ത്യ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് തിരക്കുകളൊക്കെയും കഴിഞ്ഞു ഫ്ലാറ്റിലെത്തുമ്പോൾ സമയം 7 മണി കഴിഞ്ഞിരുന്നു. ഡോറും തുറന്ന് മുറിയിലെത്തിയതും ദിശയെ അവൻ ഒരുപാട് മിസ് ചെയ്തു. എന്നും ഡ്യൂട്ടി കഴിഞ്ഞെത്തിയ ഷർട്ട് അഴിച്ചു കൊടുക്കുന്നത് അവളായിരുന്നു. ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കാൻ നേരം അവൻ്റെ മനസ്സിൽ അവളുടെ മുഖം നിറഞ്ഞു വന്നു. യൂണിഫോം ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് ഫ്രഷായി കോഫി ഉണ്ടാക്കി ഡയറി വായിക്കാനിരുന്നു. നേരത്തെ നിർത്തിവെച്ചിടത്ത് നിന്ന് തുടങ്ങുകയായിരുന്നു. ചാന്ദിനിയും രോഹിത്തും തമ്മിൽ കണ്ടുമുട്ടിയതും അവരുടെ പ്രണയവും വിവാഹവും ഒക്കെയും ആ ഡയറിയിലുണ്ടായിരുന്നു. അതൊക്കെയും അഗസ്ത്യ വായിക്കാൻ നിന്നില്ല. മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ അവന് തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നീട് ചാന്ദിനിയെ കാണാതായത് മുതൽ അഗസ്ത്യ വായിച്ചു തുടങ്ങി. അതിനിടയിൽ ചാന്ദിനിയാണെന്ന് കരുതി രോഹിത് ദിശയുടെ അരികിലെത്തിയതും ഒക്കെയും ആ ഡയറിയിൽ പറയുന്നുണ്ട്. പിന്നീടുള്ള ഓരോ വരികൾ വായിക്കുമ്പോഴും അവൻ്റെ ഹൃദയത്തിൽ എവിടെയൊക്കെയോ കൊളുത്തു വലിക്കുന്നുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയോടെയാണ് ഞാൻ കേരളത്തിലെത്തിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അതെൻ്റെ ചന്തുവല്ല, അവൾ ദിശയാണ്, ഇവിടുത്തെ DCPയുടെ ഭാര്യ ദിശ. ചന്തുവും അവളും സഹോദരിമാരാണെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ വെറുതെ ആശിച്ചു പോവുക, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായി അവൾ വന്നിരുന്നെങ്കിലെന്ന്. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് എൻ്റെ ചാന്ദിനിയാവാൻ അവൾക്കെന്നല്ല മറ്റൊരാൾക്കും പറ്റില്ല. അതുപോലെ ഞാൻ എന്തുമാത്രം എൻ്റെ ചാന്ദിനിയെ സ്നേഹിക്കുന്നുവോ അതുപോലെ അല്ലെങ്കിൽ
അതിനേക്കാൾ ഇരട്ടി അയാളുടെ ദിശയെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ പ്രണയത്തിനും ജീവിതത്തിനിടയിൽ ഞാനും എൻ്റെ കുഞ്ഞും ഒരിക്കലും ഒരു തടസ്സമാവാൻ പാടില്ല. ഞങ്ങളിവിടെ നിന്ന് പോവുകയാണ്. അതിനു മുൻപ് 2 പേരോടും യാത്ര പറയണം. എന്തോ അത് വായിച്ചപ്പോൾ അഗസ്ത്യയുടെ കണ്ണിൽ നനവ് പടർന്നു. അവൻ വീണ്ടും പേജുകൾ മറിച്ചു. 2 ദിവസം കഴിഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകും. ഇന്ന് അപ്രതീക്ഷിതമായി എന്നെ തേടി ഒരു കോളെത്തി. ഹിന്ദിയിലായിരുന്നു അയാൾ എന്നോട് സംസാരിച്ചത്. അയാളുടെ സംസാരത്തിൽ ഭീഷണിയുടെ സ്വരം കലർന്നിരുന്നു. അയാൾ പറഞ്ഞ ഓരോ വാക്കുകളും എന്നെ തകർത്ത് കളഞ്ഞു. എൻ്റെ ചന്തു ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ ഇല്ലെന്ന്. അവരുടെ കയ്യിൽപ്പെട്ട അവൾ അവരുടെ മുന്നിൽ വെച്ചാണത്രേ കൊക്കയിലേക്ക് ചാടി മരിക്കുന്നത്. അവളുടെ പേരിലുള്ള സ്വത്തുക്കൾ സ്വന്തമാക്കാൻ അവർക്ക് അവളുടെ ഒപ്പ് വേണമായിരുന്നുവെന്ന്. അവൾ മരിച്ചതിനാൽ അവർക്കത് കിട്ടിയില്ല. ഇന്നിപ്പോൾ അവർക്ക് വേണ്ടത് ദിശയാണെന്ന്. ദിശയിലൂടെ അവരാഗ്രഹിച്ച കാര്യം നേടണമെന്ന്. ദിശയെ മുംബൈയിലേക്ക് എത്തിക്കാൻ ഞാൻ സഹായിച്ചില്ലെങ്കിൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും അവർ കൊന്നുകളയുമെന്ന്. എനിക്ക് മരിക്കാൻ പേടിയില്ല. പക്ഷെ എൻ്റെ കുഞ്ഞ്, ദിശ ഒരിക്കലും അവരുടെ കയ്യിൽ പെടരുത്. ദിശയുള്ളത് സുരക്ഷിതമായ കൈകളിലാണെന്നറിയാം. എന്നാലും സൂക്ഷിക്കണം. ഞാൻ പോവുകയാണ്. എൻ്റെ ചാന്ദിനിയെ ഇല്ലാതാക്കിയവരെ എനിക്ക് കാണണം. അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ അത് അവളുടെ അച്ഛൻ്റെ വീട്ടുകാരായിരിക്കാം. ഞാൻ ജീവനോടെ തിരിച്ചു വരുമോ എന്ന് പോലും അറിയില്ല. എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം ഇനി എന്താവുമെന്ന് പോലും അറിയില്ല. പക്ഷേ എനിക്ക് പോയേ പറ്റൂ. അത്രമാത്രമായിരുന്നു ആ ഡയറിയിലുണ്ടായിരുന്നത്. വായിച്ചു തീർന്നതും അഗസ്ത്യ തൻ്റെ കണ്ണിലെ നനവ് ഒപ്പിയെടുത്തു. അവൻ്റെ മനസ്സിലൂടെ രോഹിത്തിൻ്റെ കുഞ്ഞിൻ്റെ മുഖം നിറഞ്ഞു നിന്നു. ഒപ്പം ദിശയുടെയും. അവൻ ആ നിമിഷം ദിശയെ വിളിച്ച് സംസാരിച്ചു. അവളോട് എങ്ങോട്ടും പോകരുതെന്ന് പ്രത്യേകം പറയുകയും ചെയ്തു. ഒരുപാട് നേരം സംസാരിച്ചു കോൾ അവസാനിപ്പിച്ചു. അന്നേരമാണ് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. ആര്യനാണെന്ന് ഉറപ്പുവരുത്തി ഡോർ തുറന്നു. അഗസ്ത്യ ആര്യനുമായി കാര്യങ്ങളൊക്കെയും ഷെയർ ചെയ്തു. മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥിതിക്ക് രോഹിത്തിൻ്റെ വീട്ടിൽ പോലീസ് ഉറപ്പായും അന്വേഷണത്തിനെത്തും. അവിടെ ദിശയുമായി സാമ്യമുള്ള പെണ്ണിനെ രോഹിത്തിൻ്റെ കൂടെ ഫോട്ടോയിൽ കണ്ട അത് മറ്റ് പല രീതിയിലും വളച്ചൊടിക്കാം. അത് ദിശയെ മോശമായി ബാധിക്കുമെന്ന് അഗസ്ത്യക്ക് നല്ല പേടിയുണ്ട്. അതുകൊണ്ട് ആ ഫോട്ടോസൊക്കെയും ഒരിക്കലും പോലീസിൻ്റെ കയ്യിൽ കിട്ടരുത് എന്ന ഉദ്ദേശത്തോടെ അഗസ്ത്യ ആര്യനൊപ്പം പാതിരാത്രിയിൽ ജോസഫിൻ്റെ ഔട്ട് ഹൗസിൽ കയറി രോഹിത്തിൻ്റെ മുറിയിലുണ്ടായിരുന്ന മുഴുവൻ ഫോട്ടോസും രേഖകളൊക്കെയും അവിടെ നിന്ന് മാറ്റുന്നു. അതിനിടയിലാണ് ഒരു ഫോട്ടോ അഗസ്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു പഴയ ഫോട്ടോ. അമ്മയും 2 വയസ്സോളം പ്രായം വരുന്ന ഒരു കുഞ്ഞും. അമ്മയ്ക്ക് തൻ്റെ ലക്ഷ്മിയമ്മയുടെ മുഖമാണെന്ന് കണ്ടതും അഗസ്ത്യ ഒരു നിമിഷം സ്തംഭിച്ചു നിൽക്കുന്നു. ഇതാണ് എൻ്റെ സ്വന്തം അമ്മ, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ. ആ ഫോട്ടോയ്ക്ക് പിന്നിൽ എഴുതിയത് കണ്ടതും അഗസ്ത്യ തൻ്റെ നെറ്റിത്തട അമർത്തി ഒഴിഞ്ഞു. രോഹിത് തൻ്റെ ലക്ഷ്മിയമ്മയുടെ നഷ്ടപ്പെട്ട മകനാണെന്ന് അഗസ്ത്യ മനസ്സിലാക്കുന്നു. ഒപ്പം മറ്റു പല ചിന്തകളും അവൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നു. ഒടുവിൽ ആര്യൻ അഗസ്ത്യമായി അവിടെ നിന്ന് മടങ്ങി. പിറ്റേന്ന് രാവിലെ കരിങ്കൽ ക്വാറിയോട് ചേർന്നുള്ള വെള്ളക്കെട്ടിൽ നിന്നും ചാക്കിൽ കെട്ടിയ ബോഡി കണ്ടെടുത്തു എന്നറിഞ്ഞിട്ടാണ് അഗസ്ത്യയും ആര്യനും അങ്ങോട്ടെത്തുന്നത്. ആ ഒരു ബോഡി പുരുഷൻ്റേതാണെന്ന് ആ നിമിഷം തന്നെ തിരിച്ചറിഞ്ഞു.